ഇന്ന് എനിക്ക് സ്റ്റീം ഫിഷ് കഴിക്കാൻ തോന്നി. ജിജോയുടെ കസിൻ ദീപു റെസിപ്പി പറഞ്ഞു തന്നു. ആൻഡ് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എനിക്ക് ട്രൈ ചെയ്യാൻ തോന്നി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സ്റ്റീം ഫിഷ് വിത്ത് വെജീസ്. ഞാൻ ഈ പുതിയ സ്റ്റീമർ മേടിച്ചാട്ടെ, ദീപു പറഞ്ഞിട്ട് തന്നെ. അപ്പോൾ പുതിയ സ്റ്റീമർ മേടിച്ചാൽ പുതിയ ഡിഷ് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അത് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ്. ആള് പറഞ്ഞു തന്ന പോലെ തന്നെ സ്പ്രിംഗ് അണിയൻ്റെ ലീവ്സിൻ്റെ മേലെ ഫ്രഷ് ഫിഷ് ഫില്ല് ചെയ്യാൻ വെച്ചാൽ ശരിക്കും ഫുൾ ഫിഷാണ് പറഞ്ഞത്. ബട്ട് ട്രയൽ ആയതുകൊണ്ട് ഇങ്ങനെ ഫില്ലയിൽ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. എന്നിട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്യും 10 minutes. അത്രയേ ഉള്ളൂ കുക്കിംഗ്. ഈ മെത്തേഡ് പഠിച്ചാൽ മതി എന്ന് തോന്നുന്നത്. ഈ മീറ്റിൻ്റെ കുക്കിംഗ് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ കുക്കിംഗ് സിമ്പിളാണ്. ബട്ട് ഇതുപോലത്തെ പാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ വൈകാതെ നമുക്ക് അറബിക് ബിരിയാണിയൊക്കെ കാണാം ഇതിനകത്ത്, മന്തി ബിരിയാണി. ഇനി 10 minutes ഹൈ സ്റ്റീമിൽ ഒന്നും മാരിനേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ സോസാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോണത്. ഇനി വെജിറ്റബിൾസും സോസിൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കാൻ പോണത്. റെസിപ്പി ക്ലിയർ ആയിട്ട് പിന്നെ പറയാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ട്രയലാണ്. ഇത് ലീവ്സിലും നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഹോട്ട് ഓയിൽ ഒഴിക്കുന്ന ഒരു സാലഡാക്കാം. ലൈമിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ. കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ പറയാം. സാലഡ് റെഡി. ഒരു ആവേശത്തിൻ്റെ പുറത്ത് പാത്രം മേടിച്ചാട്ടോ. കൈ ഒരു 3 സ്ഥലത്തെങ്കിലും പൊള്ളിയിട്ടുണ്ട് ഈ സൈസ് കാരണം. അപ്പോൾ ഇത് ആലോചിച്ചിട്ട് മേടിച്ചാൽ മതി. പക്ഷേ കഴിച്ചിട്ട് ഞാൻ കാര്യം പറയാം. കണ്ടിട്ടുള്ള എടുക്കട്ടെ. ഇതിപ്പോൾ എങ്ങനെ എടുക്കുന്നതും കൺഫ്യൂഷനാണ്. ആദ്യം ഈ സ്റ്റീം ചെയ്ത മഷ്റൂംസ് ഒന്ന് മാറ്റി വെക്കട്ടെ ഏട്ടാ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി. സിമ്പിളാട്ടാ, എടുത്തു എന്തെങ്കിലും. അയ്യോ, കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടി എൻ്റെ കൂടെ പോന്നിട്ടുണ്ട്. അത് ലാസ്റ്റ് മാറ്റാം. ഇപ്പോൾ സോസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. ഇത് ജസ്റ്റ് ലൈമും ഗാർലിക്കൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നോക്കട്ടെ. പുളിയായിട്ടുണ്ട് കേട്ടോ. സാലഡ് ഒരു രക്ഷയില്ല. ഫിഷ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ആൻഡ് കാഴ്ചയിൽ എനിക്കൊന്ന് ഞാൻ ഈ അടുത്ത് ഉണ്ടാക്കിയ ഡിഷസിൽ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഡിഷാണ്. ഗ്രീൻ പീസ് വന്ന കാരണം കാണാൻ നല്ല ഭംഗിയില്ലേ? എങ്ങനെയുണ്ട് ക്യാമറമാന്? ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ വിചാരിക്കില്ല ഇങ്ങനെ സ്റ്റീം ചെയ്യുമ്പോൾ. ഞാൻ ഒട്ടും ഓർത്തില്ല ആക്ച്വലി ഇങ്ങനെ സോഫ്റ്റായിട്ട് വരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാണ് കേട്ടോ. ജോർജി ഗാർലിക്കായിട്ട് ടേസ്റ്റ് ചെയ്യും. ഇങ്ങനെയുണ്ട്, ടേസ്റ്റ് ചെയ്തേ. എനിക്ക് ഈ ഫിഷിൻ്റെ ഫാറ്റ് ഭയങ്കര ഇഷ്ടമാണ്. തൊലിയും ഈ ഫിഷിൻ്റെ ഫാറ്റ് ഉണ്ടല്ലോ, അത് തൊലിയായിട്ട് തന്നെ ട്രൈ ചെയ്യട്ടെ. സാലഡും ഇതാ ലൈമിൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട് ഫ്രഷ് ഫിഷ് ആയിരിക്കണം കേട്ടോ. അതെന്തായാലും അങ്ങനെയാണെങ്കിൽ മാത്രം ഇത് ഉണ്ടാക്കിയാൽ മതി, ട്രൈ ചെയ്യാൻ മതി. വേറെ ചിലവൊന്നും വരാനില്ല. ഫ്രഷ് ഫിഷ് വെറുതെ ഒന്നും മാരിനേറ്റ് ചെയ്യാതെ സ്റ്റീം ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് ഉണ്ടാക്കാം. ഞാൻ ബട്ടർ ഗാർലിക് വിത്ത് ലൈം ഉണ്ടാക്കിയത്. ആൻഡ് ബ്ലാൻഡ് സ്പിനച്ചും ഈ ഗ്രീൻ പീസൊക്കെ ലുക്ക് വൈസ് ഒരു രക്ഷയില്ല. പിന്നെ എന്തൊക്കെയായാലും മസാല ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും ഈ ഡിഷ് ഇഷ്ടമാവില്ല. അതെന്തായാലും അറിയാലോ, കാണുമ്പോൾ തന്നെ അറിയാലോ. ബട്ട് ബട്ടർ ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് പൊളിയാണ്. ഈ പ്രാവശ്യം ഞാൻ മേടിച്ച ക്രോക്കറീസ് എല്ലാം തന്നെ കുറച്ച് പണി പാളി. സൈസ് ഭയങ്കര വലുതായിപ്പോയി. ഈ ഫ്ലാറ്റിലോട്ട് അല്ലെങ്കിൽ കറക്റ്റായിരുന്നു. മോരുണ്ടാക്കി ഇങ്ങനെ വെക്കാനായിട്ട് മേടിച്ചാൽ പക്ഷേ കുറച്ച് വലുതായിപ്പോയി. അപ്പം നമ്മളിന്ന് ബട്ടർ മിൽക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ബട്ടർ മിൽക്ക് വിത്ത് ക്യൂക്കുംബർ. അപ്പം നമ്മുടെ ക്യൂക്കുംബർ ബട്ടർ മിൽക്കിന് വെള്ളരിക്ക, പച്ചമുളക്, ഇഞ്ചി, ഞാൻ നെല്ലിക്കയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നെല്ലിക്ക, ചെറിയ ജീരകം, പുതിനയില ആൻഡ് കുറച്ച് കറി ലീവ്സ്. ഇതെല്ലാം കൂടി തൈരിൻ്റെ കൂടെ മിക്സിയിലിട്ട് അടിക്കും ആൻഡ് അരിച്ചെടുക്കും. അത്രേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ നമ്മൾ നെല്ലിക്കയും കഴിക്കും, ക്യൂക്കുംബർ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര വിറ്റമിൻ വൈസ് എല്ലാം കൊണ്ടും നല്ല. അപ്പം ഇങ്ങനെ എല്ലാം കൂടി ഉള്ള കാരണം നമ്മൾ ഈ മോരിൻ്റെ പരുവത്തിൽ എല്ലാ സാധനവും കുടിക്കും. ഇനി പല വെറൈറ്റി മോരുകൾ നമുക്ക് ഇനി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ മണ്ണിൻ്റെ പാത്രത്തിലായതുകൊണ്ട് കുറച്ച് തണുപ്പ് നിൽക്കുന്നുള്ള ഇതിലാണ് ഞാൻ ഇത്രയും വലിയ ഇത് പോയി മേടിച്ചത്. പക്ഷേ കുറച്ച് വലുതായി പോയി എന്നുള്ളൂ. കണ്ടോ? ഒരു സെക്കൻഡ്. ഇനി ഇത് മോര് ഇതുപോലെ കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം കേട്ടോ. അതാണ് ഇത്രയും വലിയ കലം. ടേസ്റ്റ് ചെയ്യട്ടെ. ഈ വലിയ കപ്പും ഒരുമിച്ച് പോയി മേടിച്ചാട്ടോ ഇതെല്ലാം. ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്യണേ. ഇതൊരു രക്ഷയില്ല. ക്യൂക്കുംബറിൻ്റെയും ജിഞ്ചറിൻ്റെയും പുതിനയിലയുടെയും നെല്ലിക്കയും കൂടി ടേസ്റ്റ് വന്നിട്ടേ നമുക്കിത് എല്ലാ ദിവസവും മാറി മാറി പല പല ഇൻഗ്രീഡിയൻസിൻ്റെ ബട്ടർ മിൽക്ക് ഉണ്ടാക്കി വെക്കണം. ആക്ച്വലി അത് നല്ലൊരു ഐഡിയ ആണ്. മെയിൻ തിങ് എനിക്ക് ക്രിസ്മസിന് മുമ്പ് വണ്ണം കുറയ്ക്കാനുണ്ട്. അപ്പോൾ ഇത് കഴിച്ചാൽ കുറച്ച് നമുക്കൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, അറിയില്ല. ഇന്ന് ലഞ്ചിന് ആന്ധ്ര മീൽസ് ട്രൈ ചെയ്യാൻ പോവാം. ഞാൻ ഈ അടുത്ത് ഡേ ഇൻ അവർ ലൈഫിൽ ആന്ധ്ര മീൽസ് ട്രൈ ചെയ്യണം കണ്ടിട്ടുണ്ട്. എല്ലാ കറികളൊന്നും ഇല്ല, എന്നാൽ ചെറിയൊരു മീൽസ് ബട്ട് ആന്ധ്ര സ്റ്റൈൽ. അതാണ് ഇന്ന് ലഞ്ചിന് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരു ചെറിയൊരു പാത്രം മേടിച്ചിട്ട് അച്ചാറൊക്കെ ഇട്ട് വെക്കാനും ഈ പൊടി ഇപ്പൊ ആന്ധ്ര മീൽസ് ആയതുകൊണ്ട് ആന്ധ്ര പൊടി ഉണ്ടല്ലോ അത് ഇട്ട് വെക്കാനായിട്ട് ഞാനൊരു ചെറിയ പാത്രങ്ങൾ കുറച്ച് മേടിച്ചു. അപ്പോൾ അവരുടെ തന്നെ പിക്കിള്. പക്ഷെ ഇത് മേടിക്കാൻ എനിക്ക് ഉണ്ടാക്കാനുള്ള സമയമില്ല. അപ്പം അത് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു ആന്ധ്ര പിക്കിൾ.
ഇങ്ങനെയൊക്കെ മതി ഒരു വേറൊരു സ്റ്റൈൽ മീൽസ് ട്രൈ ചെയ്യാനായിട്ട്. കുറച്ച് സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുക. വീട്ടിലെ വൈബ് വേറെ ആയിരിക്കും ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോൾ. ആന്ധ്രാപ്പൊടി, ഈ ആന്ധ്ര മീൽസിൻ്റെ കൂടെ അവർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പൊടി സെർവ് ചെയ്യും. അതാണിത്. പല ടൈപ്പ് പരിപ്പും വെളുത്തുള്ളി അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പൊടിയാണ്. നല്ല മണം കേട്ടോ, കായത്തിൻ്റെയൊക്കെ പൊളി ഐറ്റം. ഞാൻ ഇന്നലെ ട്രൈ ചെയ്തു ഇതിനു വേണ്ടി, വീഡിയോന് വേണ്ടി ചെയ്തപ്പോൾ. ടൊമാറ്റോ ചട്നി, അവർക്കിങ്ങനെ പല ടൈപ്പ് ചട്നി ഉണ്ട്. ഞാൻ ഇന്ന് ടൊമാറ്റോ ചട്നിയാണ് ട്രൈ ചെയ്തത്. ചട്നികളെല്ലാം കൂടി വെക്കാനായിട്ട് ഈ പാത്രം നല്ല കേട്ടോ, AKP വാങ്ങിച്ചത്. പുളിച്ചമ്മന്തി റെഡി ആവണുള്ളൂ. രസമായിട്ടുണ്ട്, കൊറിയാൻഡർ രസം, മല്ലിയിലയുടെ രസം. ഇനി ആന്ധ്ര സ്റ്റൈൽ പരിപ്പ് കറി, പപ്പ് കറി എന്നൊന്നും പറയുന്നത്. ഇത് കലക്കണം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ പാലക്കും പരിപ്പും ഗാർലിക്കും തക്കാളിയും എല്ലാം കൂടിയിട്ട് വേവിച്ചു, എന്നിട്ട് കായൊക്കെ ഇട്ട് താളിക്കും. അങ്ങനെയാണിത്. ഇനി ആന്ധ്രാപ്രദേശിൽ പോകാത്ത കാരണം ഇതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. നമ്മുടെ വെജിറ്റേറിയൻ ഡിഷ് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യണേ. ഞാൻ ട്രൈ ചെയ്തേക്കണേ ചില്ലീസ് എന്നാണ്, കൊച്ചിനിലുള്ള ആന്ധ്ര മീൽസ്. അവിടെ ഇതുപോലെ 2 വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ടാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചൊരക്കയും ഗ്രീൻ പീസും കൂടി മിക്സ് ചെയ്തു. പിന്നെ ഇത് ആന്ധ്ര സ്റ്റൈൽ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞാനിത് റെസിപ്പി കണ്ടുപിടിച്ച് തന്നപ്പോൾ ഇത് ടോട്ടലി മാറി. ഇത് ശരിക്കും ഉണ്ടാക്കാൻ നോക്കിയത് ഗോംഗ്ര ചമ്മന്തി. ഇത് കണ്ടോ, അത് ശരിക്കും ഗോംഗ്ര ലീവ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കണ്ടേ. പക്ഷേ ഇവിടെ ഗോംഗ്ര ലീവ്സ് കിട്ടാനില്ല, ആരും കേട്ടിട്ടുമില്ല നമ്മുടെ കേരളത്തിൽ. അത് കാരണം ഞാനിത് ഗോംഗ്ര ചമ്മന്തി ആണല്ലോ, അപ്പോൾ ഇതിനെ ഞാൻ വേപ്പില വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഗോംഗ്ര ലീവ്സിന്. പിന്നത്തെ ഇത് പക്ഷേ ഈ ചമ്മന്തി പൊളിയാണ് കേട്ടോ. റൈസിൻ്റെ കൂടെ ചില്ലീസിന് ഞാൻ നേരത്തെ ട്രൈ ചെയ്തല്ലോ, അവിടെ വെച്ച് കഴിക്കുന്ന പുളിച്ചമ്മന്തിയുടെ അതേ ടേസ്റ്റും തോന്നി. ഇനി അവിടെ ഇത് തന്നെയാണ് യൂസ് ചെയ്യണതെന്ന് എനിക്കറിയില്ല. ഗോംഗ്ര ലീവ്സിൻ്റെ ടേസ്റ്റും എനിക്കറിയില്ല. ഞാൻ അതിന് പകരം വേപ്പിലയാണ് യൂസ് ചെയ്തത്. എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് പറയാം. കടുക്, ചെറിയ ജീരകം, ഉലുവ, വൈറ്റ് സെസമി സീഡ്, എള്ള്, വെള്ള എള്ള്, പിന്നെ മല്ലി, ഉണക്കമുളക്, ഇത്രയും ഡ്രൈ റോസ്റ്റ് ചെയ്തു, എന്നിട്ട് പൊടിച്ചു. എന്നിട്ട് ശരിക്കും ഗോംഗ്ര ലീവ്സാണ് യൂസ് ചെയ്യേണ്ടത്. ഗോംഗ്ര ലീവ്സ് എണ്ണയിലിട്ട് വഴറ്റണം ശരിക്കും. ബട്ട് അത് കിട്ടാതെ തന്നെ ഞാൻ വേപ്പില എണ്ണയിലിട്ട് വഴറ്റിയിട്ട് ഈ പൊടിച്ച പൊടി ഉണ്ടല്ലോ അതിലിട്ട് അടിച്ചു, ഈ ഇതുപോലത്തെ പേസ്റ്റ് ആക്കി. പിന്നെ പുളിയും ഞാൻ ആഡ് ചെയ്തു. അവിടെ നിന്ന് കഴിച്ച ആ ടേസ്റ്റിൻ്റെ ഒരു ഫീലില് നമ്മുടെ വാളംപുളി, എന്നിട്ട് താളിച്ചു. കടുകും വെളുത്തുള്ളി ഇട്ട് താളിക്കണം, അതാണ് സാധനം. പക്ഷേ ഇത് നമ്മുടെ വേപ്പില കട്ടിക്ക് ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ ഒരു ടേസ്റ്റാണ്. എൻ്റെ ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ ആ. ഇത് ഞാൻ റെസിപ്പി ആയിട്ട് ഇടാം കേട്ടോ, പക്ഷേ പ്രോപ്പർ റെസിപ്പി ആയിട്ട് ഇടാം, ബിക്കോസ് അത്രയും നല്ല, റൈസിൻ്റെ കൂടെ അത്രയും നല്ല. അപ്പം നമ്മുടെ വേപ്പില ചമ്മന്തിയാണ് ഗോംഗ്ര ചമ്മന്തിക്ക് പകരം ആന്ധ്ര മീൽസിൻ്റെ കൂടെ കഴിക്കാൻ പോണേ. പിന്നെ വേറെ ഒരെണ്ണം ട്രൈ ചെയ്തത് ബീട്രൂട്ടും ചൗചൗ എന്ന് പറഞ്ഞാൽ, ചൗചൗ വെജിറ്റബിൾ എല്ലാവരും ട്രൈ ചെയ്യണ സാധനമാണെന്ന് അറിയില്ല. ഞാനത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ തോരനായിട്ട് വെച്ച് നോക്കണേ. ചൗചൗവും ബീട്രൂട്ടും. ചൗചൗ ഞാൻ വിനാഗിരിയിലിട്ടിട്ട് നമ്മുടെ പിക്കിൾഡ് ചൗചൗ അത് ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്, അത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് തോരൻ വെക്കണേ. അപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിൽ മീൽസ് എപ്പോഴും പല ട്രൈ ചെയ്യാത്ത വെജിറ്റബിൾസ് മിക്സ് ചെയ്തൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ, അത് നല്ലൊരു കാര്യമാണ്. ജിജോ വരാറായി, അത് കാരണം ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ. ബാക്കി കറികൾ ഇലയിൽ കാണാം കേട്ടോ. പായസവും കൂടി ആക്കാനുണ്ട്. ബ്രോഡ്വേ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് എല്ലാ ചട്ടിയും മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. കലം ചോറ് ഇനിമൂല് കലത്തിലാണ് വെക്കാൻ പോണേ. ഈ സൈസ് വലിയ കുഴപ്പമില്ല, നേരത്തെ ഇത്തിരി പാളിപ്പോയി. ആന്ധ്ര മീൽസ് ഈ റൈസ് ഞാൻ ഇട്ടൊന്നുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നോക്കാം. ഞങ്ങൾ പല ടൈപ്പ് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഒരു സെക്കൻഡ്, ഞാൻ ഇതെടുത്തോന്നോളാം. ശരിക്കും സോനാ മസൂരി റൈസാന്ന് തോന്നുന്നു ആന്ധ്രയിൽ യൂസ് ചെയ്യണേ, പക്ഷേ ഇത് പൊന്നേരിയ. പിന്നെ അതേ ചമ്മന്തി, ഇത് ഞാൻ ട്രൈ ചെയ്തത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കിഷ്ടമായി. ആന്ധ്ര മീൽസ് പൊടി അല്ല, ആ പൊടിയും ഗീയല്ലേ ഏറ്റവും ഇഷ്ടം. ആദ്യം എവിടെയാണ് എൻ്റെ പൊടി ടൊമാറ്റോ ചട്നി. ഇത് ജിജോന് ഇഷ്ടമാവും. ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചാണ്. വേപ്പിലല്ല, സോറി, ഗോംഗ്ര. ഈ ഒരു സെക്കൻഡ്, ഇത് മറ്റേ ആന്ധ്ര പിക്കിൾ പൊളിയായിട്ടായിരുന്നു. നീ വേണ്ടേ ഒഴിക്കട്ടെ? ഇതെങ്ങനെയുണ്ടെന്ന് പറയണേ, എന്നിട്ട് വേണം എനിക്ക് രാജസ്ഥാൻ ട്രൈ ചെയ്യാൻ. ഒരെണ്ണം ഹിറ്റായ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പച്ചക്കറി ഇടട്ടെ. മറ്റേ 2 എണ്ണം മിക്സ് ചെയ്ത് ഉണ്ടാക്കിയത്, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. ഒരക്കയും ഗ്രീൻ പീസും, രണ്ട് ടൈപ്പ്. എങ്ങനെയുണ്ട് ആ പൊടി? എങ്ങനെയുണ്ട്? ഉപ്പ് കുറവാണോ? ഉപ്പ് ഇപ്പം തരാം. ഗോംഗ്ര ചട്നി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ? എങ്ങനെയുണ്ട്? അവിടെ കഴിക്കണ പോലെ തന്നെ ഉണ്ടാ? കേട്ടല്ല, ഗോംഗ്ര ലീവ്സ് ഇല്ലാണ്ട് ഞാൻ വേപ്പിലോണ്ട് ഉണ്ടാക്കിയതാട്ടാ. ജിജു പറയണത് അത് അതുപോലെ തന്നെ ഉണ്ടെന്ന്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോൺഫിഡൻസിലാണ് എല്ലാം ഇരിക്കണേ. ഞാൻ വേപ്പില വെച്ച് ഉണ്ടാക്കിയതാട്ടാ.
ശരിക്കും അതുപോലെ തന്നെ ഇല്ലേ? അതാ ഞാൻ ഓർക്കണേ, ഗോംഗ്ര ലീവ്സ് എനിക്കൊന്ന് ട്രൈ ചെയ്യണം. ആർക്കെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാമെങ്കിൽ പ്ലീസ് ഡു കമന്റ്. പക്ഷെ വേറെ വ്യത്യാസം തോന്നണല്ലോ ചോ, നല്ല ടേസ്റ്റ് എന്നിട്ട്. ഇതേ സാമ്പാർ, ആ ടൊമാറ്റോ ചട്നി, ഇന്നെല്ലാം പൊളിച്ചു. റെസിപ്പി ഇടാത്ത ദിവസം കറക്റ്റ് എല്ലാ സാധനവും പൊളിയായിരുന്നു. ടൊമാറ്റോ ചട്നിയുടെ എല്ലാം ഞാൻ ഈ ആന്ധ്ര മീൽസ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഈ ചമ്മന്തികളുടെ എല്ലാം കൂടിയായിട്ട് ഒരു റെസിപ്പി ആയിട്ട് ഇടാട്ടോ. മസ്റ്റ് ട്രൈ ആണ് വീട്ടിൽ. ഇത് ടൊമാറ്റോ, അത് ജിജോൺ ടൊമാറ്റോ ഫ്ലേവർ. എനിക്ക് ഗോംഗ്ര ഇഷ്ടം അല്ല, ഗോംഗ്ര അല്ല, വേപ്പില ചട്നി ഇഷ്ടം. ഇത് പുറത്തുനിന്ന് മേടിച്ച പിക്കിള പൊളിച്ചല്ലേ. ഇനി പായസം ഉണ്ട് കേട്ടാ. നെയ്യ് ഇത്തിരി കൂടി ഇട്ടെ. സാമ്പാർ രസം വേണ്ട, എന്നാ ഞാൻ കഴിക്കാൻ പോവാന്നാ. ജിജോ ഈ പച്ചക്കറി ഇഷ്ടമായ രണ്ടെണ്ണം മിക്സ് ചെയ്ത്, ഗ്രീൻ പീസ് മിക്സ് ചെയ്ത്, ബീട്രൂട്ടും പരിപ്പും. ബീട്രൂട്ടും ചൗച്ചൗ എന്ന് പറഞ്ഞ വെച്ചിട്ടുള്ളത്. ആ ഈ പരിപ്പ് ഇഷ്ടമായിരുന്നു അല്ലേ? ഒരു കലക്കനാട്ടോ. എനിക്ക് ഈ പൊടി ഇഷ്ടമായി ഭയങ്കരമായിട്ട്. വേപ്പില, ആ കണ്ട ഇപ്പൊ ജിജോന് മനസ്സിലായി, അത് ഭയങ്കര നല്ല. വേപ്പില ആൻഡ് പൊടി, ഈ ആന്ധ്ര. ഇല്ല അത് ദോശയുടെ സാധനമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മീൽസ് ഭയങ്കര സന്തോഷമായി. ആക്ച്വലി പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്തു. ഒടുക്കത്തെ ടേസ്റ്റാണ്. ഇത്തിരി എരിവ് ഞാൻ അധികം ഇട്ടിട്ടില്ല, ഞാൻ ആദ്യം എരിവ് കഴിക്കാത്ത കാരണം. അതല്ലാതെ പൊളിയാണ് കേട്ടോ. ഈ ആന്ധ്ര പൊടി കലക്കണം കേട്ടോ. 3 types ഓഫ് പരിപ്പ്, പിന്നെ വെളുത്തുള്ളി, ഉലുവ, അങ്ങനെ എല്ലാം ഉണ്ട്. ആ ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചു. നമുക്ക് ജോർജിയുടെ എക്സാം കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഇനി രാജസ്ഥാനാണ് പോകേണ്ടത്. രാജസ്ഥാനി മീൽസ് പോയിട്ട് ട്രൈ ചെയ്താലേ. ഇതിപ്പോൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ രാജധാനിയിൽ നിന്ന് ട്രൈ ചെയ്ത് ഞാൻ ഉണ്ടാക്കേണ്ടി വരും. ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യൂട്ടോ. ഇനി പായസം, ജിജോന് സേമിയ പായസം, പാലൊഴിച്ചത്, എനിക്ക് ശർക്കര ഇട്ടത്, അത് ട്രൈ ചെയ്യാനായിട്ടാണ്. സേമിയയും ശർക്കരയും കൂടിയായിട്ട് ഉദ്ദേശിച്ച എഫക്റ്റ് വന്നില്ല കേട്ടോ. സേമിക്ക് നല്ലത് നമ്മുടെ പഞ്ചസാരയും പാലും തന്നെയാണെന്ന് തോന്നുന്നത്. ഞാൻ ശർക്കരയിൽ ട്രൈ ചെയ്യാൻ പറഞ്ഞ കാരണം അകത്തവർ ട്രൈ ചെയ്താൽ, പക്ഷെ എനിക്ക് അത്രയും ഒരു രസമായിട്ട് തോന്നിയില്ല. നല്ലതാണ്, പക്ഷേ മറ്റു പോലെയല്ല. ജിജോന് മറ്റേ പാൽപ്പായസം, പാൽ വിത്ത് സേമിയ. നമുക്ക് വൈകുന്നേരത്തെ ഡിഷസ് ആയിട്ട് കാണാം കേട്ടോ, കുറച്ച് നേരം കഴിഞ്ഞിട്ട്. ഇനി മിനി പരിപ്പട ഈവനിങ്ങിന്. അത് ആക്ച്വലി മിനി പരിപ്പടയുടെ ഐഡിയ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടാണ്. സാധാരണ വലിയ പരിപ്പടയായിട്ട് ഉണ്ടാക്കും, പക്ഷേ ഈ മിനി പരിപ്പട ഭയങ്കര ക്യൂട്ടാണ്. അരഞ്ഞു പോകരുത് പരിപ്പ്, അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊന്നും അങ്ങനെ പ്രത്യേകിച്ച്. പിന്നെ ഞാൻ ഇതിൽ അരിപ്പൊടിയും ചേർക്കും, ഭയങ്കര ചെറിയ ക്വാണ്ടിറ്റി. പരിപ്പോടെ ചോറിൻ്റെ കൂടെ വരെ എനിക്കിഷ്ടമാണ്, ചോറിൻ്റെ കോമ്പിനേഷൻ ആക്കാൻ വരെ എനിക്കിഷ്ടമാണ്. ബട്ട് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് ഇത് നല്ലതായിട്ട് കിട്ടിയിട്ടുള്ളൂ. കാര്യം ഈസി ആണെങ്കിലും. തൃപ്പൂണിത്തുറയിലെ ഒരു ചേട്ടൻ്റെ കടയുടെ പേര് ഓർമ്മയുണ്ട്. നമ്മളന്ന് കഴിഞ്ഞ പ്രാവശ്യം ആ സൈഡിൽ പോയിപ്പോൾ കഴിച്ചായിരുന്നു. അത് അടിപൊളിയാണ്. അവിടുത്തെ അത്രയും എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ബാലൻ ചേട്ടനല്ല, എന്തോ അങ്ങനത്തെ ഒരു പേരാ, മറന്നു പോയിട്ടോ. നമ്മുടെ മിനി പരിപ്പേഡാസ് റെഡി. ഇനി ഇതിൻ്റെ കൂടെ ജിഞ്ചർ ടീ ആണ് ഞാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ ജിഞ്ചറില്ല, ഇഞ്ചി തീർന്നു പോയി. ഇപ്പോൾ സംഭവം ലൈം ടീയിലോട്ട് മാറ്റി. പരിപ്പേഡ ആൻഡ് പഴമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. ഞാലിപ്പൂവൻ, ഇതൊക്കെയാണ് ഞാൻ വീട് മിസ് ചെയ്യണ കാര്യങ്ങൾ കേട്ടോ. ഒരു വീടൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും വാഴയൊക്കെ നട്ടേനെ. അതിനൊരു സാമ്പിളായിട്ട് ബാൽക്കണിയിൽ ഒരു വാഴ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. വേറൊരു സാധനം കൂടി ഞാൻ എറണാകുളം മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടാ, ഈ പായ. ഇതൊന്നും ഇവിടെ ഇല്ലാത്ത സാധനങ്ങളായിരുന്നു എൻ്റെ വീട്ടിൽ. കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കിയില്ലേ, മാറ്റിയില്ലെങ്കിലേ ഒരു സുഖം കിട്ടില്ല. നമ്മൾ യൂഷ്വൽ ചെയ്യുന്ന പരിപാടിയിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യാസപ്പെടുത്തി ചെയ്ത് നോക്കാം, വ്യത്യാസപ്പെടുത്തി ഇരുന്ന് കഴിച്ചു നോക്കാം. അതാണ് ഞാൻ മേടിച്ച വാഴ. ഇതിന് ബീറ്റ് ചെയ്യാൻ സാധനമില്ല കേട്ടോ. ഇന്ന് ഉണ്ടാക്കിയതിൽ എല്ലാം നല്ലായിരുന്നല്ലോ, പക്ഷെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതായിരുന്നു ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു. അത് ഭയങ്കര ക്രിസ്പി. അത് ചൂടായിട്ട് നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ചൂട് ആറിയിട്ടായിരിക്കും കിട്ടണേ. ചൂടായിട്ട് വീട്ടിലുണ്ടാക്കിയാലേ. ലൈം ടീ ഞങ്ങൾ ചിലപ്പോൾ ലൈം ടീയിലേ പുതിനയിലയും മിൻറ്റ് ലീവ്സ് ഇടും, ചിലപ്പോൾ ബേസിൽ ലീവ്സ് ഇടും, ജിഞ്ചർ ഇടാറുണ്ട്, പൈനാപ്പിൾ ഇട്ട് തിളപ്പിക്കാറുണ്ട്. അങ്ങനെ പലതും ചെയ്യാറുണ്ട്. ചില ആൾക്കാർ പറയും ഗ്രേപ്സ് ഇടുന്നത്, മറ്റേ ഉണക്കമുന്തിരിങ്ങയില്ല അത്. ഇത് പ്രോപ്പർ ലൈം ടീയാണ്. പക്ഷേ ചക്കി ഈ പൂച്ചേൻ്റെ ഫുൾ സ്റ്റോറി വേണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തായിരുന്നു. ബട്ട് ഞാനല്ല അതിൻ്റെ ആൾ, മന്നയാണ്. അപ്പോൾ മന്ന അടുത്ത് തന്നെ വീഡിയോ ചെയ്യുമായിരിക്കും. ഇനി ഡിന്നറിന് കാണാം.
ഇനി ഡിന്നറിന് ചെറി ടൊമാറ്റോസ് റോസ്റ്റ് ചെയ്തിട്ട് മിൻസ് ബീഫിലോട്ട് ആഡ് ചെയ്ത് സ്പെഗറ്റിയുടെ കൂടെ സെർവ് ചെയ്യും. അതാണ് ഉദ്ദേശം. ഈ ചെറി ടൊമാറ്റോസ് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ആക്ച്വലി നമ്മുടെ സാലഡ്സിലോട്ടൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഭയങ്കര നല്ല. ഒരു 10 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. അതിപ്പോൾ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒലിവ് ഓയിലും ഉപ്പും മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. മിൻസ് ബീഫ് ഞാൻ നമ്മുടെ ലസാനിയൊക്കെ റെഡിയാക്കണ പോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ പ്യൂരയും ഗാർലിക്കൊക്കെ ഇട്ടിട്ട് അത് ആദ്യം തന്നെ ഒന്ന് ചൂടാക്കണം. നേരത്തെ റെഡിയാക്കി വെച്ചാട്ടാ. കുറച്ച് പാസ്ത വാട്ടർ. പാസ്ത ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പാസ്ത വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് മാറ്റി വെക്കാൻ മറക്കരുത്. ഇത് ഡിന്നറിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ നേരത്തെ ഇത് ബീഫിൻ്റെ ഇത് പ്രിപ്പറേഷൻ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാം. ആൻഡ് ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് സ്പെഗറ്റീൻ്റെ മേലെ ഒഴിച്ചാൽ മതി. റെഡ് വൈനും കൂടി കുറച്ച് ആഡ് ചെയ്യട്ടെ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ ഇതെല്ലാം. നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഈ പാസ്ത വാട്ടർ ഒഴിച്ചിട്ട് വേണം ബീഫ് ഇങ്ങനെ ലൂസ് ആക്കണമെങ്കിൽ തന്നെ, നമ്മുടെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആക്കണമെങ്കിൽ തന്നെ. അപ്പോൾ നല്ല ഫ്ലേവർ ആട്ടാ. ഇനി പാസ്ത ചെയ്യാം. ഈ സ്പെഗറ്റി വേവിച്ചിട്ട് ഞാൻ എപ്പോഴും ഒന്ന് ബട്ടറിലും ഒലിവ് ഓയിലിലും ഒന്ന് സോട്ട് ചെയ്തിട്ടാണ് ബീഫ് മിക്സ് ചെയ്യുള്ളൂ, ഗാർലിക്ക് ഇട്ടിട്ട്. അത് ഇപ്പോൾ ചെയ്യാം നമുക്ക്. ആൻഡ് ലീവ്സ് നമുക്ക് പാസ്ലി വേണമെങ്കിൽ ഇടാം, ബേബി സ്പിനച്ച് വേണമെങ്കിൽ ഇടാം, ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്യും. ടൊമാറ്റോസും ആഡ് ചെയ്തിട്ടാണ് ഇത് മേലെ ഒഴിക്കുന്നത്. ഒലിവ് ഓയിൽ, കുക്കിംഗ് ഒലിവ് ഓയിൽ, പിന്നെ നമ്മുടെ ബട്ടർ ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ടാൽ, ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ബട്ടറിൻ്റെ ടേസ്റ്റ് സ്പെഗറ്റിയിൽ. ആൻഡ് ഗാർലിക്, മിൻസ് ഗാർലിക് ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. ആൻഡ് ഗാർലിക്ക് ഒരുപാട് മുരിഞ്ഞു വരുത്, ജസ്റ്റ് ഒന്ന് സോഫൻ ആയാൽ മതി. ഇനി മെയിനായിട്ട് ചില്ലി ഫ്ലേക്സ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് സ്പെഗറ്റിയിൽ. ചില്ലി ഫ്ലേക്സ് ഇടാം. ആൻഡ് ഒറിഗാനോ ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഇടാം കേട്ടോ, ലൈറ്റായിട്ട്, ബേണായി പോകരുത്. പിന്നെ നമ്മുടെ വേവിച്ച സ്പെഗറ്റി, സോൾട്ട് വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ ബട്ടർ ഇട്ടേക്കണ കാരണം ഞാൻ സോൾട്ട് ഇടുന്നില്ല, വേറെ മിക്സ് ചെയ്തിട്ട്. ഇനി നന്നായിട്ട് ഈ ബട്ടറിൽ ഒലിവ് ഓയിലൊക്കെ സ്പെഗറ്റി മിക്സ് ആക്കിയിട്ട് ചെയ്യണതാണ് നല്ലത്, ഗാർലിക്കിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വന്നിട്ട്. അയ്യോ, ഒരു സാധനം ഇടാൻ മറന്നുപോയേ, ബേബി സ്പിനച്ചിൻ്റെ ലീവ്സ്. ഇത് ഹോഗിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഇതുപോലത്തെ ബോക്സിൽ വാങ്ങിക്കാൻ കിട്ടും. മിക്സ് ചെയ്യട്ടെ. ഇത് പെട്ടെന്ന് തന്നെ കുക്ക് ആയിക്കോളാം, അതുകൊണ്ട് എപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ റോസ്റ്റഡ് ടൊമാറ്റോസ് ഇത് കണ്ടോ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആക്കുമ്പോൾ. ഏത് ഡിഷിലോട്ടും ഇങ്ങനെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ഈ സ്പെഗറ്റിയിലോട്ട് ആഡ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ബീഫിലോട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ സ്പെഗറ്റിയിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല കേട്ടോ, ബീഫ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ആക്ച്വലി. അപ്പം ഇനി സെർവ് ചെയ്യാം. പൊളിയാണ് കേട്ടോ ആക്ച്വലി. ഇത് നിങ്ങൾക്ക് ഗസ്റ്റിനൊക്കെ, ഞാനിത് ഡിന്നറായിട്ട് പ്ലാൻ ചെയ്താൽ അടുത്ത് ഒരു ക്രിസ്മസ് ഗെറ്റ് ടുഗെദറിന് എനിക്ക് മെയിൻ ഡിഷായിട്ട് സെർവ് ചെയ്യാനായിട്ട്. കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട് ഇതിൽ. ആൻഡ് ചീസ്, ചെഡർ ചീസും യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ വലിയ കൺഫ്യൂഷനൊന്നുമില്ല. കുറച്ച് ആഡ് ചെയ്യണുള്ള, ഇവിടെ ചീസ് അധികം ഇഷ്ടമല്ല ഇവിടെ. ഓജിക്ക് ഗാർലിക് ബ്രെഡും കൂടി വേണം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ബെഗറ്റിൽ കുറച്ച് ഗാർലിക് ബട്ടറും കൂടി തേച്ചിട്ട് ടോസ്റ്റ് ചെയ്യാൻ പോകാം. എങ്കിലും വെച്ചോ, അത് എങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതെന്താ ബട്ടറും ഗാർലിക്കും വേഗം മിക്സ് ചെയ്യ്, അപ്പം ഇപ്പോൾ വരും. ഗാർലിക്ക് വേണ്ടേ? ആ മിക്സ് ചെയ്ത ഗാർലിക്ക് ഇട്. ഞാനും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ഇട്ടു. ആ അയ്യോ, അത്ര ഇടല്ലേ ജോർജി, ലൈറ്റായിട്ട് ഇട്ടാൽ മതി. ഇച്ചിരി ലൈറ്റ് ആക്കിക്കോ, അപ്പം ചിലപ്പോൾ അത്രയും ബട്ടർ ഇട്ടാൽ കഴിക്കില്ല. ജോർജി ചീസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ബേക്കിൽ മിക്സ് ചെയ്താൽ ഇതായിട്ട് മിക്സ് ചെയ്യും. ഓ, ജിഞ്ചറയിൽ എല്ലാം വേണോ ജോർജി? ഈ ജിഞ്ചറയിൽ ഉണ്ടാക്കി വെച്ചോട്ടോ വീട്ടിൽ. ഞാൻ ഫുൾ റെസിപ്പി ഇട്ടിട്ടുണ്ട്, താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. ആ ഗാർലിക് ബ്രെഡ് ആവാൻ 10 മിനിറ്റ്സ് എടുക്കും കേട്ടോ. അപ്പോഴേക്ക് മിക്സ് ചെയ്താൽ സോസ് ഇട്ടിട്ടുണ്ട്. ഭയങ്കര പുളി വന്നാൽ ശരിയാവില്ല. ഇത് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയ കുട്ടീനെ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് ശരിക്കും മിക്സ് ചെയ്തിട്ട്. വൈറ്റ് സോസാണ് ഇഷ്ടം, അതെനിക്ക് മനസ്സിലായിട്ടാ. റെഡ് ഉണ്ടാക്കുമ്പോൾ വൈറ്റ് ഉണ്ടാക്കണം. മഞ്ഞയ്ക്കാണെങ്കിൽ ടൊമാറ്റോ കൊണ്ടേ ഇഷ്ടം. ഓ, കാണാൻ കൊള്ളാട്ടാ. ചീസ് ഇടണ? ഞാൻ അധികം ചീസ് ഇട്ടില്ല. എങ്ങനെയുണ്ട്? ശരിക്കും മുരിഞ്ഞ? അതല്ല, ഓവറായിട്ട് അപ്പയ്ക്ക് മുരിയണ ഇഷ്ടം, ജോർജിക്ക് സോഫ്റ്റാണ് ഇഷ്ടം. അതാണ് പ്രശ്നം. അയ്യോ, അവിടെ വെക്കല്ലേ, എന്തെങ്കിലും ടേബിൾ മാറ്റ് വെച്ചിട്ട് വെക്ക്. ആ, അങ്ങനെ വേണം വെക്കാൻ. ഈ ഐഡിയ കൊള്ളാട്ടെ ജോർജി. പാസ്തയുടെ അമ്മ ഓർത്തില്ല ആക്ച്വലി. ഗാർലിക് ബ്രെഡ് ബെഗറ്റ് ഞങ്ങൾ ഫ്രഞ്ച് ടോസ്റ്റിൽ ഓർഡർ ചെയ്തു. തലേ ദിവസം ഓർഡർ ചെയ്താലേ ബെഗറ്റ് കിട്ടുമല്ലേ. ആ ടൊമാറ്റോസും കൂടി ഇടാം, ആ ടേസ്റ്റ്. പൊളിയാന്ന് തോന്നുന്നു ജോർജി. പാസ്ത കഴിക്ക്, സ്പെഗറ്റി ഇത്തിരി മതി, അധികം കഴിക്കാനുള്ള വയറില്ല. ഇവരാണ് ഇതിൻ്റെ ഫാൻസ്. എനിക്ക് ആക്ച്വലി വൈറ്റ് സോസിൻ്റെ ഇഷ്ടം കേട്ടോ. ടൊമാറ്റോസ് ആഡ് ചെയ്തേക്കണ കാരണം വലിയ കുഴപ്പമില്ല. എല്ലാവരും ചോദിക്കണ പോലെ
കുറേ ഞാൻ കഴിക്കാറില്ല ആക്ച്വലി. ചെറിയ ക്വാണ്ടിറ്റി കഴിക്കുള്ളൂ, പക്ഷേ കുറേ സാധനങ്ങൾ കഴിക്കും. ഇത് ഭയങ്കര നല്ല കേട്ടോ. ശരിക്കും പുറത്തുനിന്ന് കഴിക്കണമല്ലേ. കഴിക്കട്ടെ. മൂവിയൊക്കെ കണ്ട് കഴിക്കണം. ബൈ.